ഹാ ഗേയ്സ്, നമ്മളിന്ന് പോകുന്നത് കുട്ടനാട്ടിലേക്കാണ്. കുട്ടനാട് എന്ന് ചമ്പക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഒരു ഈവനിങ് ടൈമാണ് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല മരങ്ങളും അതിൻ്റെ തണലിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് വശത്തും നെൽപ്പാടങ്ങളാണ്. അതിങ്ങനെ ഏക്കർ കണക്കിന് നല്ല അടിപൊളിയായിട്ട് ഒരു വെയിലിൻ്റെ അസ്തമയ സൂര്യനെ കാത്തു കിടക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് നോക്കി കൺകുളിർക്കെ നമ്മുടെ ചമ്പക്കുളത്തേക്ക് പോവുകയാണ്. നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് മാന്നാർ വന്നു. മാന്നാറിൽ നിന്ന് നമ്മൾ പൊടിയാടിയിൽ നിന്ന് തിരിഞ്ഞ് നേരെ എടത്വ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് നേരെ ഒരു 4.5 കിലോമീറ്ററിനടുത്തേ ഉള്ളൂ നമ്മുടെ ഈ ചമ്പക്കുളം എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നത് എന്നൊക്കെ ഇപ്പം പറയാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചെങ്ങന്നൂർ. അപ്പോൾ നമ്മൾ കുട്ടനാട്ടിൽ വന്നിരിക്കുകയാണ്. കുട്ടനാട്ടിൽ നമ്മുടെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഗൾഫിൽ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങുന്നതിന് മുമ്പേ ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും നമ്മൾ കുട്ടനാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കുട്ടനാട്ടിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാമിലി കള്ളിഷാപ്പിൽ കയറി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയാണ്. സാധാരണ പോകുന്നതിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നൊരു പുതിയൊരു ഷാപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി ചമ്പക്കുളത്താണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഷാപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ കയറി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ ഈ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. കാരണം ഞങ്ങൾ വേറൊരു ഷാപ്പിലേക്ക് പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ ആ വരുന്ന വഴിക്കാണ് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞത് ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞൊരു കള്ളി ഷാപ്പ്. ന്യൂയോർക്ക് സിറ്റിയോ, അത് കൊള്ളാമല്ലോ, പേരും കൊള്ളാം, അപ്പോൾ സ്ഥലവും അടിപൊളിയാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നേരെ ന്യൂയോർക്കിലോട്ട് പോട്ടെ എന്ന് വെച്ചു. അങ്ങനെ ന്യൂയോർക്കിലേക്ക് നമ്മൾ കയറിയാണ്. ആദ്യം നമ്മുടെ വാഷിങ്ടൺ. അപ്പോൾ ആദ്യം വാഷിങ്ടൺ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാലിഫോർണിയ ഉണ്ട്, നമുക്ക് അലാസ്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റി ഉണ്ട്, ഫ്ലോറിഡ, പിന്നെ മിയാമി. ഇങ്ങനെ അതിൻ്റെ അപ്പുറത്തും 2-3 ഉണ്ട്. അപ്പോൾ നമ്മൾ മിയാമിയിലാണ് കയറാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവർക്കും മിയാമി എന്ന് പറയുന്ന രാജ്യമാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് നേരെ മിയാമിയിലോട്ട് തന്നെ കയറാമെന്ന് വെച്ചു. നേരെ നമ്മൾ മിയാമിയിലോട്ട് കയറി എല്ലാവരും സെറ്റായി. നമ്മുടെ ടേബിളിൻ്റെ ചുറ്റും എല്ലാവരും സെറ്റായി. അപ്പുറത്ത് അതിമനോഹരമായ വയലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. ഇവിടുത്തെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഇതാണ് പാൽക്കപ്പ. സാധാരണ നമ്മുടെ ഷാപ്പുകളിലൊക്കെ പോകുമ്പോൾ ഇതുവരെ നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണോ അവരിതുവരെ പറഞ്ഞ കാര്യം കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പം എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ പാൽക്കപ്പ നമ്മൾ ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പാൽക്കപ്പ 2 പ്ലേറ്റ് പാൽക്കപ്പ, അല്ലാതെ 2 കപ്പ, പിന്നെ അപ്പം, പിന്നെ കറികളായിട്ട് നമ്മൾ മേടിച്ചിരുന്നത് പന്നി ഫ്രൈ മേടിച്ചിട്ടുണ്ട്, പിന്നെ കക്ക മേടിച്ചിട്ടുണ്ട്, ഇപ്പം മീനും മേടിച്ചിട്ടുണ്ട്, കാളാഞ്ചി മീൻ കറിയും മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്ര സാധനങ്ങളാണ് ഇപ്പം നമ്മൾ വച്ചിരിക്കുന്നത്. നമ്മളിനി ഓർഡർ ചെയ്ത സാധനം വരാനുണ്ട്. അപ്പോൾ അതും കൂടെ വന്നിട്ട്, അപ്പോൾ പാൽക്കപ്പയുടെ കൂടെ മീൻ ചാറ് അടിപൊളിയാന്ന് പറഞ്ഞതിന് നമ്മൾ കുറച്ച് പാൽക്കപ്പയും ഒരു ചെറിയ മീൻ കഷ്ണവും എടുത്ത് കഴിക്കാൻ തുടങ്ങി. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെയാണ് നമ്മുടെ മുയൽ വന്നിട്ടുണ്ട്. മുയൽ ഓർഡർ ചെയ്ത് മുയൽ നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ മുയൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓർഡർ ചെയ്തിരുന്നത് ഞണ്ടാണ്. അങ്ങനെ ഞണ്ടമ്മാവൻ ഒരു ഞണ്ട് മൊത്തമായിട്ട് ഇങ്ങ് പോരുന്നു. അപ്പോൾ നല്ല എല്ലാം, ഞണ്ടായാലും പന്നിയായാലും മുയലായാലും മീനായാലും കക്കയാണെങ്കിലും എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം തന്നെയായിരുന്നു നമ്മുടെ ഈ ന്യൂയോർക്ക് സിറ്റിയിൽ എന്ന് പറയുന്ന ഷാപ്പിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എല്ലാവരും നല്ലപോലെ വയറ് നിറച്ച് ഓർഡർ ചെയ്ത സാധനം മൊത്തം കഴിച്ച് തീർത്ത് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മുടെ ന്യൂയോർക്ക് സിറ്റി ഷാപ്പിലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ നടന്നു വരുവാണ്. നമുക്ക് കിഡിലുമായിട്ടാണ് ഇരിക്കുന്നത്. 2 സൈഡിലും നല്ല ഒരേ അളവിൽ തെങ്ങൊക്കെ വെച്ച് അടിപൊളി ഒരു എൻട്രൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കിഡിലൻ ഫുഡാണ്. സാധാരണ നമ്മൾ പോകുന്നത് വ്യത്യസ്തമായിട്ട് പുതിയൊരു ഷാപ്പിലേക്ക് ഇപ്രാവശ്യം വന്നതാണ്. പക്ഷേ ഒന്നും പറയേണ്ട, അടിപൊളി ഫുഡെന്ന് വെച്ചാൽ നല്ല ഒരു ഫുഡ് തന്നെയായിരുന്നു എല്ലാം. നമ്മൾ കപ്പ മേടിച്ച് പാൽക്കപ്പ, മറ്റുള്ള ഷാപ്പുകളിൽ സാധാരണ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ നമുക്ക് പാൽക്കപ്പ ഉണ്ടായിരുന്നു, അല്ലാത്ത കപ്പയുണ്ട്. അതുപോലെ നമ്മുടെ അപ്പം മേടിച്ചായിരുന്നു. അതുപോലെ കറികളാണെങ്കിൽ കാളാഞ്ചി മീനിൻ്റെ കറി മേടിച്ചു, പിന്നെ മുയല്, ഞണ്ട്, കക്ക, എല്ലാ കറികളും എല്ലാ ഫുഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. നല്ല രുചിയുള്ള നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി കറികൾ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ചമ്പക്കുളം, നമ്മൾ എടത്വ വഴിയോ അവിടെ ചമ്പക്കുളമൊക്കെ വരുമ്പം ഇവിടെ നമ്മുടെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഈ ഷാപ്പിൽ നിങ്ങളെല്ലാവരും വന്ന് ഫുഡ് കഴിക്കണം. ഫാമിലി കളി ഷാപ്പാണ്.
ഭക്ഷണം കഴിച്ചവറിനെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കേണ്ട. ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്. കൺകുളിർക്കെ കണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുത്ത് സന്തോഷിച്ചിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിച്ച് തിരിച്ചു പോകാവുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ തിരുവല്ലയിൽ നിന്ന് വരുവാണെങ്കിൽ തന്നെ നമ്മൾ കൊടിയാടി കഴിഞ്ഞ് നേരെ വരുമ്പം നമ്മുടെ എടത്തുവ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലൂടെയുള്ള ആ റോഡിൽ കൂടെ നേരെ കയറി വരുന്ന നമ്മുടെ ചെമ്പക്കുളത്താണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന ഷാപ്പുള്ളത്. അപ്പോൾ ഒരു അടിപൊളി ഷാപ്പും ഇവിടുത്തെ എന്താ പറയണ്ടേ, ഇവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും ചുറ്റുപാടും ഒക്കെ എല്ലാവർക്കും മനസ്സും അതുപോലെ വയറും നിറയ്ക്കാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.